മതനിരപേക്ഷ ചിന്തയും ജനാധിപത്യ ബോധവും കുട്ടികളിൽ വളർത്തിയെടുക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികൾക്ക് അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് കൂടി ഉണ്ടാകണം. അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിധം കുട്ടികളെ വളർത്തിയെടുക്കണം. അത്തരം വിദ്യാഭ്യാസത്തിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അറിവ് ആർജിച്ച് ആനന്ദത്തോടെ കുട്ടികൾ വളരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാലയ ജീവിതം അറിവ് ലഭിക്കുന്നതിനായി മാത്രം ചുരുങ്ങരുത്. ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ് പഠനത്തിന്റെ ലക്ഷ്യം. അറിവ് മാത്രം പോരാ, വിവേകവും വിവേചന ബുദ്ധിയും വേണം. കുട്ടികൾ വിമർശനാത്മക ബുദ്ധിയോടെ ഓരോന്നിനെയും സമീപിക്കണമെന്നും അതിനായി കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളിൽ കൗതുകത്തിന്റെയും ജിജ്ഞാസയുടെയും അന്തരീക്ഷം ഒരുക്കണം. പൊതുമുതൽ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണം. സാരോപദേശ രീതി മാത്രമല്ല, നല്ല കാര്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കഴിയണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. പരസ്പരം സ്നേഹവും കരുതലും ഉണ്ടാവുക, നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉന്നം തന്നെ അറിവ് നേടലാണ്. ലോകത്തിൻ്റെ പുരോഗതിക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് അറിവാണ്. പുതിയ കാര്യം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അളവറ്റതാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, MLA-മാരായ യു പ്രതിഭ, ദലീമ ജോജോ, മുഹമ്മദ് മുഹ്സിൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 44 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിലെത്തിയത്. സാമൂഹ്യബോധം വളർത്തുന്ന 10 വിഷയങ്ങളാണ് ആദ്യ 2 ആഴ്ച വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക. ലഹരി തടയുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.